ഹലോ, വെൽക്കം ടു ലൈഫ് അഗൈൻ. ഇല്ല, ഇത് ഞാനും ഡോർഫിനും കൂടെ ഒരു യാത്രയിലാണ് കേട്ടോ. നമ്മുടെ വർക്കിൻ്റെ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ മഴയാണെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാതെ നിവർത്തിയില്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഉച്ചയ്ക്കാണ് പോകുന്നത്, പക്ഷേ വൈകുന്നേരം ആയൊരു പ്രതീതിയാണ്. അത്രയ്ക്ക് നല്ല മഴക്കാരും നല്ല മഴയുമായിരുന്നേ. അപ്പം നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്ക് വിശക്കും. അതിപ്പോൾ പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു മഴക്കാലത്ത് വിശക്കുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ. എന്നിട്ട് നല്ല പഴംപൊരിയും, അവിടെ പഴംപൊരിയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പഴംപൊരിയും ചായയും ഞങ്ങൾ വാങ്ങിച്ചു. പറയാതെ നിവർത്തിയില്ല, നല്ല ടേസ്റ്റ് ആയിട്ടോ. നല്ല ചൂടായിരുന്നേ, എൻ്റെ കൈയൊക്കെ പൊള്ളി. കൈ മാത്രമല്ല, ഈ പഴംപൊരിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. പഴംപൊരിയുടെ ആ ഉള്ളിലത്തെ ആ ഒരു പഴം തണുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കൂലേ. അതിൻ്റെ തൊലി തണുത്താലും പിന്നെയല്ലേ ആ ഒരു പഴം ഇങ്ങനെ തണുത്ത് വരുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കഴിച്ചപ്പോൾ ഫുള്ളിങ്ങനെ വായ പൊള്ളുമായിരുന്നു. പക്ഷെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ. നല്ല ടേസ്റ്റുള്ള പഴംപൊരി, ചായ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഈ മഴക്കാലത്ത് നമ്മൾ ഇപ്പോഴല്ല, നമ്മുടെ ആ ഒരു മൺസൂൺ സമയത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വിശപ്പ് വരികയും ആ സമയത്ത് നമ്മൾ നന്നായി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വണ്ണം വെക്കുമെന്ന് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയായിരുന്നു. നമ്മൾ കഴിച്ചിട്ടും പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അപ്പം തന്നെ നല്ലതായിട്ട് വിശക്കണുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും വിശക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കൊണ്ട് തന്നെ നമ്മൾക്ക് പുറത്തൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലാസ്കിനകത്ത് ഞങ്ങൾ ചായയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയല്ല, കാപ്പി എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടും അതൊന്നും എടുത്തില്ല. പുറത്തിങ്ങനെ പഴംപൊരി ആ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേക്കും വേഗം അങ്ങോട്ട് കയറ്റി നമ്മളത് വാങ്ങിച്ചു. പക്ഷെ കഴിച്ചത് വെറുതെ ആയില്ല, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു പഴംപൊരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഡോർഫിനും പറയുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് ചേട്ടൻ ഞങ്ങൾക്ക് ഒരു മുളക് ബജി എടുത്തിട്ട് ചുമ്മാ ഫ്രീ ആയിട്ട് തന്നു. ഇത് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ബജി ഞങ്ങൾ മേടിക്കാതിരുന്നത് മുളക് ബജിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് എരിവായിരിക്കുമല്ലോ, എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ബജി വാങ്ങാതിരുന്നത്. പക്ഷെ ചേട്ടൻ തന്നോടേതാ. ഇത് കണ്ടോ, നല്ലൊരു തുരുത്താണ് ആ കാണുന്നത്. പലരും ഈ ട്രിപ്പൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. അവിടെ ആ ബോട്ട് അല്ല, നമ്മൾ ആ ഒരു ചെറിയ വഞ്ചിക്കൊക്കെ പോയിട്ട് ആ വഞ്ചിയിൽ നിന്ന് നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുമല്ലോ, ആ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് സന്ധ്യയായപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോന്നു. അപ്പോഴേക്കും വീണ്ടും വിശപ്പ് വന്നു. അങ്ങനെ ഞങ്ങൾ ഗീ റോസ്റ്റും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഇത്ര വലിയൊരു യാത്രയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. നാളെ കാണാൻ അടുത്ത വിശേഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ ചുക്ക് കാപ്പി കുടിക്കുകയാണ്. എനിക്കിപ്പോൾ ചുക്ക് കാപ്പി കുടിക്കാൻ തോന്നുന്നില്ല, പുറത്തല്ല മഴയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. നാളെ വേറെ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളും നാളത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.